MP ഇപ്പോഴത്തെ വയനാട് ഒരു യുവാവിന് നേരെ മർദ്ദനം ഉണ്ടായിരിക്കുകയാണ്. എങ്ങനെയാണ് വിഷയത്തെ? മർദ്ദനമല്ല, വലിച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ആളതിൻ്റെ ന്യൂസ് കണ്ടത്, അല്ല ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല. എന്തായാലും ആ ന്യൂസ് കണ്ടപ്പോൾ തോന്നിയത് അത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അത് ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ടൊരു ചെറുപ്പക്കാരനെ ടൂറിസ്റ്റുകളായി വന്ന ആളുകൾ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് ആ യുവാവിനെ വലിച്ചിഴച്ച് കൊണ്ടുപോയ ഒരു ചിത്രമാണ് മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ചില ആക്സിഡൻ്റായിട്ട് ഇങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പോലീസ് ശക്തമായിട്ട് നടപടി സ്വീകരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവരുടെ പേരിൽ ശക്തമായ നടപടി എടുക്കണം എന്ന് തന്നെയാണ്. ഇത്തരം സംഭവങ്ങൾ ഒരു കാരണവശാലും ആവർത്തിക്കപ്പെടാൻ പാടില്ല. എന്താ മദ്യപിച്ചാണ് ഈ സംഘം. അതാ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ പോകുന്ന ആളുകൾ പിന്നെ ഈ രീതിയിലുള്ള ഇടപെടലൊക്കെ നടത്തുന്ന ആ ടൂറിസ്റ്റ് കേന്ദ്രത്തിന് തന്നെ അപവാദമായിട്ട് വരുന്ന സ്ഥിതി ഉണ്ടാവും. അപ്പോൾ ഈ ടൂറിസ്റ്റുകളായിട്ട് പോകുന്ന ആളുകൾ സന്തോഷിക്കാൻ ആഹ്ലാദിക്കാനാണ്. അതിനിടയിൽ അമിതമായിട്ടുള്ള മദ്യപാനവും ഒക്കെ തന്നെ തർക്കങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് ശരിയായ നിലപാടല്ല. അപ്പോൾ പോകുന്ന ആളുകൾ കുറേ കൂടി ഡിസിപ്ലിൻ പാലിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയണം. പൈസയുണ്ട് അല്ലെങ്കിൽ മറ്റ് സ്വാധീനമുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എന്തും കാണിക്കാമെന്നുള്ള ഒരു ധാരണയിലേക്ക് നമ്മുടെ സമൂഹം പോകാൻ പാടില്ല. അത് നിരുത്സാഹപ്പെടുത്തേണ്ടതും ഇല്ലാതാക്കേണ്ടതുമാണ്. ഈ കേരളത്തിൻ്റെ മനോഭാവം ഏറെക്കുറെ മാറിയെന്ന് നമ്മൾ കരുതുന്നത്. ശരിക്കും പറഞ്ഞാൽ മധുവിൻ്റെ ഒരു പ്രശ്നം അറിയാമല്ലോ, മധുവിനെ തല്ലിക്കൊല്ലുന്ന സ്ഥിതി. പിന്നീട് ഇതിലേക്കൊക്കെ വരുമ്പോൾ മലയാളികളുടെ മനോഭാവം ഇനി ഏറെ മാറാനുണ്ടോ ഒരു വിഭാഗത്തിൻ്റെ? തീർച്ചയായിട്ടും നമ്മുടെ സമൂഹം എല്ലാം അങ്ങനെ ആയിട്ടൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ശക്തമായ നടപടികളിലൂടെ മാത്രമാണ് ഇതിനെ നമുക്ക് അതിജീവിച്ച് പോകാൻ കഴിയുള്ളൂ. അതുപോലെ സമൂഹത്തിൻ്റെ ഒരു അവയർനെസ് ഉണ്ടാകേണ്ടത്. തങ്ങളെക്കാൾ അവശരായിട്ടുള്ള ആളുകളെ സഹായിക്കാനുള്ള മനസ്സാണ് നമുക്കുണ്ടാകേണ്ടത്. അവരെ ദ്രോഹിക്കാനുള്ള മനസ്സല്ല ഉണ്ടാകേണ്ടത്.